പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള കുറച്ച് അപരാധങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതായാലും നിങ്ങൾ അവിടേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പെട്ടിയും കിടക്ക എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെക്കുറിച്ച് വേറെ ഒന്നും പറയണ്ടല്ലോ, ഇബിനു ആണ് സാധാരണ പറയുമ്പോൾ തന്നെ കണ്ടിട്ട് കുറേ നാളായി, അത്രയൊക്കെ തന്നെയുള്ളൂ. ഈ സ്റ്റുഡൻറ്റ് എന്നിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു ട്രാവലറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ, ഒരു ടൂറിസ്റ്റല്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ, അയ്യവാ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റി അത്രത്തോളം നല്ല കിടിലൻ, എനിക്ക് അത്ര കണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പോയി നോക്കിയപ്പോഴാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാര്യങ്ങളും അത്രയും രസമുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഈ വീഡിയോ എന്നുള്ളത് മാക്സിമം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇതിനൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യരുത്, അത് ഞാൻ കാണിക്കുന്നത് തൊട്ടിത്തരാണ്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ഞാൻ മാക്സിമം എന്താക്കാൻ നോക്കാം, ഇതിനെങ്ങനെ കൊണ്ടുപോകാൻ നോക്കാം. വിദ്യാർത്ഥി എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഒഴിവാക്കി ഞങ്ങൾ പിന്നാട് എന്ത് കയ്യിൽ കുത്താനുള്ളത് എന്നുള്ള ചിലപ്പോൾ ഒരു ചോദ്യങ്ങൾക്ക് ഉണ്ട്. അതും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതിനൊക്കെയാണല്ലോ ഈ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോനെ ഞാൻ കുറച്ച് പാർട്ടാക്കിയിട്ടാണ് തിരിച്ചത്, പേപ്പറിലൊക്കെ ഉണ്ട്. ആദ്യം ലൊക്കേഷൻ, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ വാവ് ഫാക്ടേഴ്സ്, അത് നമ്മൾ കഴിഞ്ഞ റിവ്യൂലൊന്നും ഉൾപ്പെടുത്താത്ത ഒരു ഫാക്ടേഴ്സാണ്. പിന്നെ അഡ്മിഷന്, അവസാനത്തേത് ഇബ്നുബർ സജഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും നിങ്ങൾ കേൾക്കണം. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് ലൊക്കേഷൻ. ഞാനെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട്ടേക്ക് കയറി. പാലക്കാട് നിന്ന് ഈ ആഴ്ചയിൽ 1-2 ദിവസം അങ്ങനെ ഉള്ളൂ കേട്ടോ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ഉള്ളത്. അങ്ങനെ പാലക്കാട് നിന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം 11 മണിയായ സമയത്ത് ഞാൻ ബോർഡ് ചെയ്തു. അങ്ങനെ ഒരു 10 മണിയോ 9 മണി രാവിലെയൊക്കെ ആയ ഒരു സമയത്ത് ഞാൻ പോണ്ടിച്ചേരി റീച്ച് ചെയ്തു. ബസ് കയറിയിട്ട് അവർക്ക് 13 രൂപ കൊടുത്താൽ നേരെ നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഇറക്കി തരും. ഇതാണ് യാത്രൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 230 250 ഉള്ളിൽ നിങ്ങൾക്ക് എനിക്ക് യാത്രാ ചിലവായിട്ടേ ഉള്ളൂ അവിടെ എത്താൻ. യൂണിവേഴ്സിറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് അവരെ ഹോസ്റ്റൽ വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. ഇതൊരു തനി ഒരു യൂണിവേഴ്സിറ്റി വൈബാണ്, ഒരു പച്ചപ്പ് ഫീൽ ചെയ്ത്. അതെനിക്ക് അത്രത്തോളം അതിനോട് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നിപ്പോയത്. കാരണം നമ്മൾ ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് അതും നിങ്ങൾ കണ്ടതല്ലേ, ഒരുപാട് വളച്ച് കെട്ടിയിട്ട് നല്ല പോലെ ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് 3-4 കിലോമീറ്റർ നമ്മൾ ഓട്ടോയിൽ തന്നെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാത്തൊരു പച്ചപ്പുണ്ട്. ഒരു പച്ചപ്പ് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ പോയിരിക്കാൻ അല്ലെങ്കിൽ കഥ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നടക്കാനൊക്കെ തോന്നുന്ന ഒരു സ്ഥലം. ഒരു നൈറ്റ് ആയാലും ശരി, എപ്പോഴായാലും ശരി, ഒരു പ്രത്യേക ഒരു സാധനം, ഒരു സിംഗിൾ തരുന്ന സാധനം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഹോസ്റ്റലി എന്നുള്ള പദം നിങ്ങൾ ഓർത്ത് വെച്ചോളിട്ടോ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരിക ഹോസ്റ്റൽ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. പിന്നെയാണെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് തന്നെ നല്ലൊരു ബ്യൂട്ടിയാണ്. ഒരു 3 ദിവസം നിങ്ങൾക്ക് ഇരുന്ന് നടന്ന് കറങ്ങി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, അതും ഒരു മെയിൻ പോയിന്റാണ്. കാരണം പിന്നെ അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഫ്രഞ്ച് കോളനി ആയാലും ശരി, പിന്നെ ഒരുപാട് ബീച്ചുകൾ, റോക്ക് ബീച്ച്, ആ ബീച്ച്, ഈ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഇതൊക്കെ ഉള്ളൂ സംഗതി കാണാൻ. അങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ കൊള്ളാലോ, ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചുമ്മാ ഒരു 3 ദിവസം കൊണ്ട് കറങ്ങി തീർത്ത് ലാവിഷായി ഞാൻ പോണ്ടിച്ചേരി കണ്ട് ഇനി ഏട്ടും പോകാനൊന്നുമില്ലല്ലോ, ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിത്തിരി നടന്നാൽ മതിയല്ലോ എന്നുള്ളൊരു വൈബിലേക്ക് നിങ്ങൾക്ക് എത്താനൊക്കെ പറ്റും. ഇനി നമ്മൾ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അധികം അക്കാഡമിക് പ്രഷറൊന്നുമില്ല. അക്കാഡമിക് പ്രഷർ എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പം DUലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളോട് ഇങ്ങനെ അത് വായിച്ച് പറഞ്ഞാൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ നിർബന്ധമാക്കിയിട്ട് ഇവരെ പ്രഷറൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്താ, ഇതാണ് സംഗതി. പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും PhD സ്കോളേഴ്സാണ് പ്രൊഫസേഴ്സിന് പകരം ക്ലാസ് എടുക്കുന്നത്. അതും ഒരു ഇതാണോ ചോദിച്ചാൽ ഇത് തന്നെയാണ്. അവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത്, നിങ്ങൾ CUT എഴുതിയിട്ട് നല്ലൊരു കോളേജിൽ, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്, അതും MBA കോഴ്സിനാണ് ആഗ്രഹമുള്ളത് എങ്കിൽ അതിന് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചോളൂ എന്ന് ഞാൻ പറയും, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. പിന്നെ ആണെങ്കിൽ ലൈബ്രറി എന്നുള്ളത് സെറ്റാണ്. അതിനായിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നമ്മൾ CH കണ്ടാണ്. അത് എന്താണ്, ഒരു ബ്ലോക്കിൽ 4ാമത്തെ ബ്ലോക്കിൽ എങ്ങനെ തോന്നുന്നത്, അതിൻ്റെ ഒരു മേൽവശത്താണ് അവരെ ആ സെൻട്രൽ ലൈബ്രറി വരുന്നത്. അതുകൊണ്ടൊന്നുമല്ല, ഒരു DUനൊക്കെ പോലെ തന്നെ അത്രത്തോളം വിശാലമായ വലുതെന്നൊന്നും പറയൂല കേട്ടോ. അല്ലാതെ തന്നെ ഒരു ലൈബ്രറിൻ്റെ ആയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് റൂമിനായിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഓഫ് ഡേകളിൽ രാത്രി 12 മണി വരെയാണ് റീഡിംഗ് റൂം ഉണ്ടാകുക. അല്ലാത്ത ദിവസങ്ങളിൽ പുലർച്ചെ 3 മണി വരെ റീഡിംഗ് റൂം ഓപ്പൺ ആയിരിക്കും. അപ്പം അത്രത്തോളം ഒരു ടൈം നമുക്ക് അവിടെ യൂസ് ചെയ്യാനും അതിനൊക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിനെ കുറിച്ച് എന്തായാലും പറഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അത്രത്തോളം ഹോസ്റ്റലുകൾ ആ യൂണിവേഴ്സിറ്റിയിലുണ്ട്. എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടില്ലാതെ ആയി പോവുക, നമ്മൾ കൊടുക്കാതെ നമുക്ക് കിട്ടാതിരിക്കുക, അങ്ങനത്തതൊക്കെ ഉള്ളൂ ഇവിടെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. വർഷത്തേക്ക് 1000 രൂപയാണ് ഹോസ്റ്റലിലെ റൂം റെൻറ്റ് എന്നുള്ളത്.
അതായത് ഗേൾസിനും PWDക്കാർക്കും ഈ റൂം റെന്റ് ഇല്ലാന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒന്ന് കൺഫേം ചെയ്തോളാണ്ട്. ബാക്കിയുള്ള ചിലവുകൾ എൻ്റെ ഈ റൂം റെന്റ് ഒക്കെ അടക്കി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്ത ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകാരെ ഹോസ്റ്റൽ ഫീൻ്റെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 16,681 അങ്ങനെ എന്തോ രൂപയാണ് മെൻഷൻ ചെയ്തത്. അതിൽ 3,000 രൂപ റീഫണ്ടബിൾ ആണ്. DUലൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശത്തിന് തോന്നുന്നു 30-60 രൂപയൊക്കെയാണ് രാംദാസ് കോളേജിൽ ഒരു വർഷത്തേക്ക് വേണ്ടി. അതും ഓരോരോ സെമ്മിൽ ഇങ്ങനെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു ക്ലാസ്സിൽ നിന്ന് 2 ആളുകൾക്ക് മാത്രമേ കിട്ടും. ഇങ്ങനത്തെ ഓരോരോ ചൊറകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം 4-1 ഹോസ്റ്റലിലെ ചിലവ് 4-1 ഇവിടെ. ഇനി ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയാൽ അവിടെ പലർക്കും ഹോസ്റ്റൽ കിട്ടാത്തതുണ്ട്. അവിടെ മാർക്ക് ബേസിലായിട്ട് വരും. പിന്നെ തുടക്കത്തിൽ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂകൾ, കുറേ സ്വാധീനങ്ങൾ, അതും ഇതൊക്കെ വെച്ചിട്ട് കുറേ ആളുകൾക്ക് അങ്ങനെ ഹോസ്റ്റൽ കിട്ടാത്തതുണ്ട്. നല്ല ഭക്ഷണമാണ് കിട്ടുക. ഭക്ഷണം എന്നൊക്കെ പറയുന്നത് കൊള്ളാം, അടിപൊളിയാണ്. മുട്ട, അത് ഇത് തേങ്ങ, മണ്ണകട്ട, മാങ്ങ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഹോസ്റ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പറയാം. 3 ആളുകൾ ഷെയർ ചെയ്യുന്ന റൂമുകളുള്ള ഹോസ്റ്റലുകളുണ്ട്. ബഹുഭൂരിഭാഗം അങ്ങനെയാണ് അവിടുത്തെ. പുതിയ ഹോസ്റ്റൽ ബിൽഡിങ്ങുണ്ട്. അവിടെയൊക്കെ ഒരു റൂം 2 ആളുകളാണ് ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഷെൽഫ്, അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ, ലൈറ്റ്, സെപ്പറേറ്റ് ഫാന്, കട്ടില്, ഡ്രയർ റൂം എല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂം, അതും ഇതെല്ലാം കൊള്ളാം. എന്തുകൊണ്ടും എനിക്ക് ഹോസ്റ്റൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വാവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് ചില കാര്യങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കോലത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കൾച്ചറൽ പ്രോഗ്രാമുകൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അതിപ്പം പൊങ്കലായാലും ശരി, പിന്നെ വേണമെങ്കിൽ നമുക്ക് നോമ്പുറക്കായാലും ശരി. ഇവിടെ നോമ്പുറൊക്കെ അടിപൊളിയാണ്. ഒരു പ്രത്യേക ഒരു ടൈപ്പ് എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട്, അതൊന്നും ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനത്തെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. അത് നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് അവർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത്, ആ നോമ്പുറ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും അതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചറായിരുന്നു. പിന്നെ ആണെങ്കിൽ രാത്രി ഇവരെല്ലാവരും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് വലിയ ടാർപ്പായി ഇതെല്ലാം മേടിച്ചിട്ട് അതിൽ നിന്നിട്ട് എല്ലാവരും കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. വേറെ ചൊറ കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം പ്രസാദം അങ്ങനെ എന്തോ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഏതോ വെള്ളിയാഴ്ച അങ്ങനെ ഏതോ ഒരു ദിവസം. പിന്നെ അതേപോലെ തന്നെ നിസ്കാര റൂമുണ്ട്. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിദ്യാലയമുണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ പ്രശാന്ത സുന്ദരമായ അതിലൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തന്നെ വേറെ തന്നെ സുഖം ഉണ്ടായിരുന്നു. പിന്നെ ചില വാവ് ഫാക്ടറൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കടന്നു പോകും, ചിലപ്പോൾ അങ്ങ് ഒഫൻഡീവ് അല്ലോ, അതിനൊക്കെ അത് വേണ്ട. ഇനി നമുക്ക് ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ CUET എഴുതിയാലാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷനുള്ള ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. 100 സംതിങ്ങോളം സീറ്റ് ഉണ്ട് PGക്ക് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഒരുപാട് ആളുകൾ ഇട്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഇട്ട്, തേർഡ് അലോട്ട്മെൻറ്റിനൊക്കെ ഇട്ട്, സ്പോട്ട് വരെ അങ്ങനെ കയറിയ കൂട്ടത്തിൽ 13 ആളുകളെ കയറിയിട്ടുള്ളൂ. ബാക്കി അത്രയും സീറ്റുകൾ അപ്പോഴും അവിടെ വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗം സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ സ്പോട്ട് അഡ്മിഷനാണ് മെയിനായിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മക്കളെ കയറി വന്നോളി, എല്ലാവരും വന്നോളി, ഇങ്ങക്കും തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും വിളിച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കും ഇവർ. CUHലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രയോറിറ്റി എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ CUET എഴുതിയിട്ട് പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ മുൻപേ തന്നെ, അവർക്ക് എന്താക്കും ഒന്നാമത്തെ പരിഗണന. അവരുടെ റാങ്കുകൾ കാര്യങ്ങൾ അവരിത് നോക്കിയതിന് ശേഷം സെക്കൻഡായിട്ട് CUET എഴുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. തേർഡായിട്ട് CUET ഒന്നും എഴുതാതെ അവസാനം അഡ്മിഷൻ എടുക്കാൻ വന്നവൻ്റെ കൂടെ വന്ന ചങ്ങായിക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു കളിയാക്കിയ രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം അഡ്മിഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ലെങ്കിലും പോണ്ടിച്ചേരി ഒരു ചാൻസ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അടുത്ത് നമ്മൾ കിടക്കാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എലമെന്റ് ഓഫ് ദ വീഡിയോയിലേക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇബ്നുബർ സജഷൻ. 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുകൊണ്ട് പറയാനുള്ളത്. ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാം. എനിക്കാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കണം, ആരെയും ശല്യമൊന്നും ഉണ്ടായിരുത്. പിന്നെ അതുപോലെ തന്നെ അക്കാഡമിക് പ്രഷറൊന്നും പാടില്ല. ഈസി ആയിട്ട് നൈസായിട്ട് നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും കോഴ്സൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ അങ്ങ് പാസ്സായി പോകണം. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, PG എന്തായാലും അടിച്ചു പൊളിച്ച് പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താക്കണം, ഹോസ്റ്റൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവൊന്നും പാടില്ല. നൈസായിട്ട് സ്മൂത്തായിട്ട് എനിക്ക് എൻ്റെ കാര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൈൻഡൊക്കെ ഫ്രഷ് ആക്കി ഇങ്ങനെ ചുമ്മാ നമ്മളെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ നൈസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഞാൻ പറയും. അത്രത്തോളം ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആണെങ്കിൽ, ഈ പറഞ്ഞൊരു സാധനത്തിനാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ. അടുത്തൊരു ഇബ്നുബർ സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ്, ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ പോകരുത്, ദയവേത് പോകരുത്. ഡിഗ്രി പഠിക്കേണ്ടത് നിങ്ങൾ അത്രയും നല്ലൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിലായിരിക്കണം. അവിടെ നിങ്ങൾക്ക് കൾച്ചറൽ എക്സ്പോഷർ കിട്ടണം. നിങ്ങൾക്ക് ആ അന്തരീക്ഷമായിട്ട് നല്ലതുപോലെ മിങ്കിളായിട്ട് ഇത് ചേരണം. ഡിഗ്രി നല്ലൊരു കോളേജിൽ നിങ്ങളെ ചെന്നിട്ട് നിങ്ങൾ എന്നെ പൂട്ടിയിടുക എന്നുള്ളത്
ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ. പക്ഷേ PG അങ്ങനെ ആവണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആട്ടോ, നമ്മളൊരു ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് എല്ലാം ചെയ്ത് അങ്ങനെയുള്ള സമയത്ത് PG നമുക്ക് ഇവിടെ പഠിക്കാം. ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതൊരു സൗത്തിലേക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം കൾച്ചർ ഏകദേശം നമ്മുടെ ഒരു രീതിയൊക്കെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാടിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശം അതൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ ഒരുപാട് മലയാളികളുണ്ട് അവിടെ. കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഒത്തു പോകാൻ പറ്റുന്നൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി ഞാൻ പറയും, ഡിഗ്രി ഒരിക്കലും ഇവിടെ പഠിക്കുക. ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും നല്ല ഉന്നതമായ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക. ഒക്കെ ആണെങ്കിൽ സെറ്റ്, നിങ്ങൾക്ക് അങ്ങനത്തെ യൂണിവേഴ്സിറ്റി പഠിക്കുക. അതൊരു നല്ലൊരു പേഴ്സണൽ സജഷനാണ്. PG നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും ആക്കിക്കോളൂ. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെതായിട്ട് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് അധികം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഇതിലും നല്ലൊരു അപരാധമായിട്ട് വരാം.